നേരത്തെ കണ്ണൂരിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, തള്ളല്ല, അതിന് സത്യമായ കാര്യങ്ങൾ പറഞ്ഞു, പയ്യന്നൂരിനെ കുറിച്ച് അടക്കം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു കോട്ടയത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത് നമ്മുടെ പ്രൊഡ്യൂസർ കേട്ടു കേട്ടോ, പ്രൊഡ്യൂസർ കേട്ടു. എന്നാ പറയാനടാ പോയി. ഇനിയും കാണാം, അത് പൊളിച്ചു. ഏത്? അത് പൊളിച്ചു. കാണാം. നമ്മുടെ PCR ഇരുന്നുണ്ട്, നമ്മുടെ പ്രവിധ, മറ്റൊരു കോട്ടയംകാരിയാണല്ലോ. കോട്ടയംകാരി പറയുന്നുണ്ട്, അങ്ങോട്ട് വായിക്കങ്ങോട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ വായിച്ചേക്കാം. കോട്ടയംകാർ വലിയ പ്രശ്നങ്ങൾ പറയുന്നത് പോലും തമാശയായിട്ടാണ്. ആണോ ജയകുമാർ? എന്നാ പറയാനടോ പെട്ടു. വളരും തോറും പിളരുന്ന പാർട്ടി എന്നൊക്കെയുള്ള പ്രയോഗം പോലും വന്നത് ഈ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് എന്നാണ് കോട്ടയംകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വന്നതോടെ ആകെ മൊത്ത തമാശയാണ് പ്രചാരണത്തിൽ. കാണാം ചില കോട്ടയം ട്രോളുകൾ. വരട്ടെ. ഇന്നലെ വലത്ത് നിന്നയാൾ ഇടത്ത് നിന്നയാളോ വലത്ത്. അപ്പോൾ ശരിക്കും ആരാണ് ഇടത്തും വലത്തും? ഈ കൺഫ്യൂഷന്റെ പേരാണ് കോട്ടയം. എന്നാൽ ശരി, എവിടെയെങ്കിലും നിൽക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്ന് പറയാൻ പറ്റാത്ത സമയമാണ്. തെരഞ്ഞെടുപ്പല്ലേ, തീരുമാനം എടുത്തേ പറ്റൂ. മുന്നണി മാറ്റം മുതൽ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വരെയുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ. രണ്ടില ചിഹ്നത്തിന് തോമസ് ചാഴിക്കാടൻ കൂടുതൽ പ്രാധാന്യം നൽകിയതോടെ LDF എന്ന് പറയുന്നില്ലെന്ന് UDFന് പരാതി. പിന്നാലെ ട്രോളുകളും. അതേ നാണയത്തിൽ തന്നെ LDF മറുപടി നൽകി. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററായിരുന്നു എന്ന് മാത്രം. ഇടതുപക്ഷത്തേക്ക് പോയ ജോസ് കെ മാണിയെക്കുറിച്ചുള്ള ചർച്ചകളും ട്രോളർമാർ നിർത്തിയിട്ടില്ല. അതിന് PC തോമസിന്റെ പഴയ NDA സ്നേഹം ട്രോളാക്കിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മറുപടി. വികസനമടക്കമുള്ള വിഷയങ്ങളുമുണ്ട്. വികസന മുരടിപ്പിന്റെ മണ്ഡലമായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ കഴിഞ്ഞ 5 വർഷം അധപ്പതിപ്പിച്ച ആളുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പദ്ധതി നടപ്പാക്കിയ 2,33,00,000 രൂപയുടെ പദ്ധതി നിർവഹണം നടന്നതിലൂടെ തീർച്ചയായിട്ടും റോഡിന്റെ വികസനം ജനോപകാരപ്രദമായ നിലയിലേക്ക് മാറ്റുവാനുള്ള പരിശ്രമമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പോരാട്ടം ചൂടുപിടിക്കുകയാണ്. കോട്ടയമല്ലേ, ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഷിബിൻ ബഷീറിനൊപ്പം കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. എന്നാ ഒരു ഇതാന്നേ, കാത്തിരിക്കായിരുന്നല്ലേ. പക്ഷേ എന്നാ പറയാനാ, റബ്ബറിനൊന്നും വിലയില്ല. ആകെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണല്ലേ. എന്നാ പറയാനടാ, റബ്ബറിന് വിലയില്ലാത്തോണ്ടൊരു കഷ്ടപ്പാടാ. പക്ഷേ കുറച്ച് റബ്ബറിന് വില കയറുന്നുണ്ട്. ഞങ്ങൾ കോട്ടയംകാർ പറയുന്ന പോലെ റബ്ബറിന് വില കുറച്ച് കയറുന്നു. വിജയകുമാർ, ഈ ഒരു മാണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, KM മാണി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം ഉണ്ടല്ലോ കോട്ടയത്ത്. അതിൽ തന്നെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നതാണ് അല്ലേ. ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാർ പോലും ഇപ്പോഴും മാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ ഇങ്ങനെ ഞാൻ സർവോപരി പാലക്കാരൻ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പറയുന്നത്. അപ്പോൾ എവിടെ പോയാലും പാലയുടെ അഡ്രസ് മാണി സാർ കൊണ്ടു നടക്കുമായിരുന്നു. അത് എല്ലായിടത്തും പറയുകയും ചെയ്യുമായിരുന്നു. അതെ. ഈ ഇർഷാദ് പുൽവട്ട ഒരു കാര്യം സംശയം ചോദിക്കുന്നു. MP വീരേന്ദ്രകുമാർ ജയിച്ചിട്ടില്ലേ കോഴിക്കോട് എന്ന് ചോദിക്കുന്നു. അതായത് LDF ജയിച്ചിട്ടുണ്ട്, പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ജയിച്ചിട്ടില്ല, ഒരാളെ ഉള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. അതെ. അങ്ങനെ ഒരുപാട് പേർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, സ്ഥിരമായി കമന്റ് ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരശ്ശീല, പഴയ ചരിത്രം കാണാൻ ആഗ്രഹമുണ്ട് ഇനിയും എന്ന് ആശാ വി പറയുന്നു. ആശാ വി ഒക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ദിനേശൻ ഹരിപ്പാടുണ്ട്. അങ്ങനെ പ്രജിൻ വിജയകുമാർ കോംബോ സൂപ്പർ എന്ന് പറയുന്നു. ആശാ ബെന്നി, താങ്ക് യു. അപ്പൊ അങ്ങനെ വരട്ടെ. നാക്കും വാക്കും പിഴക്കല്ലേ എന്ന് സതീഷ് പിള്ളൈ പറയുന്നു. അതാ നമ്മുടെ സ്റ്റോറി കണ്ടതിന് ശേഷമാണ്, നമ്മുടെ കോട്ടയത്തെ റോൾ സ്റ്റോറി കണ്ടതിന് ശേഷമാണ്. അങ്ങനെ ഒരു സംശയം കൂടി ചോദിക്കുന്നു. ഇലക്ഷൻ വാർത്തകൾ മാത്രമായി കൊടുക്കാതെ വാർത്ത മാറുമ്പോൾ സത്യം പറഞ്ഞാൽ വിരസത തോന്നുന്നു എന്ന് പറയുന്നു രാജേന്ദ്രൻ വയല. മനസ്സിലായില്ല. അതായത് നമ്മുടെ ഈ 24 ഇലക്ഷൻ സ്റ്റണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇലക്ഷൻ ന്യൂസ് ആണ്. അപ്പൊ ഇതിൽ വ്യത്യസ്തമായ ഇലക്ഷൻ വാർത്തകളുണ്ട്, അതിന്റെ ചരിത്രമുണ്ട്, കഥകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, കുറെ സെഗ്മെന്റുകളുണ്ട്.
മറ്റു വാർത്തകൾ മറ്റ് ബുള്ളറ്റിനിലുണ്ട്. വരുന്ന അടുത്ത ഇനി വരാൻ വേണ്ടി പോകുന്ന സമയങ്ങളിലെല്ലാം തന്നെ അത്തരം വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, നേരത്തെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുറച്ച് തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോകും. തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു എക്സ്ക്ലൂസീവ് ഷോ വേണ്ടേ? അതിനാണ് നമ്മുടെ 24ന്റെ ഇലക്ഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.